ഇന്ത്യയിലെ ഏറ്റവും നല്ല ആൾക്കാർ കേരള ആൾക്കാരെയാണ്. നാം 15 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. കേരള സർക്കാർ സൂപ്പർ സർക്കാർ. നമുക്ക് ഓരോ പ്രശ്നമില്ല കേരളത്തിൽ പോയിട്ട്. പക്ഷേ കേരള സർക്കാർ നല്ല ജോലി കൊടുക്കാനുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തിൽ ജോലിയില്ല. അല്ല, ഇവിടെ CPM വന്നാൽ പ്രശ്നം തീരുമോ? CPM കോൺഗ്രസ് BJP TMC എല്ലാം സേമാ. ആരും പണിക്കാരൻ്റെ കാര്യം നോക്കാനില്ല. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് മണ്ഡലത്തിലെ ഒരു ചായക്കടയിലാണ് ഞാനുള്ളത്. ഇവിടെ ഓരോ കവലയിലും ഇതുപോലുള്ള ചെറിയ ചെറിയ ചായക്കടകളുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത അതൊന്നുമല്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മലയാളം സംസാരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ പരസ്പരം മലയാളം സംസാരിക്കുമ്പോഴാണ് പലരും നമ്മളോട് ഇങ്ങോട്ട് മലയാളം സംസാരിക്കാനുള്ളത്. അല്ലേ? നന്ദു എന്നല്ലേ പേര്? എന്താ പേര്? നന്ദു ഷേഖ്. എത്ര കാലം കേരളത്തിലുണ്ടായിരുന്നു? ഞാൻ 10 വർഷം ഉണ്ടായിരുന്നു. അവിടുത്തെ പണിക്ക് വേണ്ടി പോയിരുന്നു. പാലം പണി ചെയ്യാറുണ്ട്. അവിടെ പാലത്തിന്റെ പണിയായിരുന്നു. അതെ അതെ. ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? അവിടുത്തെ തിരിച്ചു വന്നിട്ട് 5 വർഷമായി. ഞാൻ തിരിച്ചു പോയിട്ടില്ല. എന്താ പോകത്തെന്താ? എവിടെ കൃഷിപ്പണിയുണ്ട്, പിന്നെ മീൻ പിടിക്കാൻ പണിയുണ്ട്. അതിനു വേണ്ടി പോയിട്ടില്ല. അവിടെ 10 വർഷം പണിയെടുത്തപ്പോൾ ആവശ്യത്തിന് സമ്പാദിച്ചു അല്ലേ? ഇല്ല, ആവശ്യത്തിന് പൈസ ഉണ്ടാക്കി. ഇവിടെ വീട്ടുണ്ടാക്കി. പിന്നെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അവിടെ കല്ലെല്ലാം വിട്ടു. പിന്നെ ഇവിടെ അപ്പോൾ കുഴപ്പമില്ല. നിങ്ങളോ? പേരെന്താ? എൻ്റെ പേര് ഐനുൽ ഷേഖ്. നമ്മുടെ സ്ഥലത്തിലെ പേര് ചോർക്കാക്കുമാരി റംജാനർമൂട്. നമ്മുടെ സ്ഥലത്തിലെ പേര് സാർമാർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങൾ എല്ലാവരും നമ്മുടെ ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സാറന്മാരെ വന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ എല്ലാം ചോദിക്കാനുണ്ട്. നമ്മുടെ കേരളത്തിൽ നമ്മൾ പോകാനുണ്ട്. പോയിട്ട് കേരളത്തിൽ എവിടെയാണ് ജോലി ചെയ്തത്? ഞാൻ കേരളത്തിൽ കുറേ സ്ഥലത്തുണ്ട്. ഞാൻ കേരള 12 ജില്ലയുണ്ട്. ഞാൻ 12 ജില്ലയിൽ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ട് എൻ്റെ 15 കൊല്ലം ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. വന്നിട്ട് 3 മാസം ആയിട്ടുള്ളൂ. വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണോ? അല്ല, വോട്ട് ചെയ്യാൻ വേണ്ടി അല്ല. നമ്മുടെ വോട്ടത്തിൽ ആവശ്യമില്ല. നമ്മുടെ സർക്കാർ നമുക്ക് നോക്കാനില്ലല്ലോ. പിന്നെ വോട്ടത്തിൽ കാര്യങ്ങളില്ല. എന്തിനാ നമ്മുടെ സർക്കാരിനെ നോക്കണം? വോട്ടായിട്ടല്ല നമ്മുടെ വന്നതാണ്. നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മുടെ വന്ന. തിരിച്ചു പോകുന്നുണ്ടോ? തിരിച്ചു പോകാൻ ഇപ്പം ഇല്ല. ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ബൊക്രി ഉണ്ടല്ലോ, ബൊക്രി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനുണ്ട്. എന്താ സർക്കാരിനോട് ഇത്ര ദേഷ്യം? എന്താ സർക്കാരിനെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലല്ലോ. നമ്മുടെ സർക്കാരിൻ്റെ ഗറഫിൽ ജോലി കുറവാണ്. നമ്മുടെ പണിക്കാരി ആൾക്കാർ 3 ആൾക്കാർ നമുക്ക് ജോലി കിട്ടുന്ന ചാൻസ് ഇല്ല. നമ്മുടെ രാജ്യത്തിൽ ജോലി കുറവാണ്. പക്ഷേ കേരള സർക്കാർ നല്ല ജോലി കൊടുക്കാനുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തിൽ ജോലിയില്ല. അല്ല, ഇവിടെ CPM വന്നാൽ പ്രശ്നം തീരുമോ? CPM കോൺഗ്രസ് BJP TMC എല്ലാം സേമാ. ആരും പണിക്കാരൻ്റെ കാര്യം നോക്കാനില്ല. ആണോ നന്ദു? നമുക്ക് നോക്കാം. തിരിച്ച് വരുമ്പോൾ നമുക്ക് നോക്കാം. CPM വന്നാൽ സമസ്യ തീരും. എനിക്ക് ഇവിടെ ഏകദേശം എത്ര പേരുണ്ടാവും? കേരളത്തിലേക്ക് ജോലി പോകുന്ന ഏകദേശം എത്ര പേരുണ്ടാവും? ഒത്തിരി ആൾക്കാരുണ്ടോ. നമ്മുടെ നാട്ടിൽ ഒരു 50% അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടോ? ഇല്ല, ഇവിടെ പെണ്ണെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പോയിട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോവോ എനിക്ക് വേണ്ടി. എങ്ങനെയുണ്ട് കേരളം മൊത്തത്തിൽ? ഇഷ്ടപ്പെട്ടു? നല്ല ഇഷ്ടം. കേരള സ്ഥലത്തിൽ നല്ല ആൾക്കാർ. എനിക്ക് മാത്രം ഇഷ്ടം കേരള ആൾക്കാർ ഏറ്റവും നല്ല ആൾക്കാർ കേരളത്തിലുണ്ട് ആൾക്കാരെയാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ആൾക്കാർ കേരള ആൾക്കാരെയാണ്. ഞാൻ 15 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ട് അവിടെ പോയിട്ട് ഇതുപോലത്തെ ആയി. മറ്റേ കേരള ആൾക്കാർ ഒത്തിരി നല്ല ആൾക്കാർ. കേരള സർക്കാർ സൂപ്പർ സർക്കാർ. നമുക്ക് ഓരോ പ്രശ്നമില്ല. കേരളത്തിൽ പോയിട്ട് നമുക്ക് ഓരോ ഒന്നും പേടിയില്ല. വേറെ രാജ്യത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയുണ്ട്. കേരളത്തിൽ പോയിട്ട് ഒരു പേടിയില്ല. കേരള മനുഷ്യൻ നല്ല മനുഷ്യൻ. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് സുഖിച്ചു. കാരണം കേരളം അത്രയും നല്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമാണ് കേരളം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. കാരണം അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ ജോലി ചെയ്തിട്ട്. ഇവിടുത്തെ സർക്കാരിനോട് വലിയ അമർഷവും അവർക്കുണ്ട്. അത് അവർ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM അനുഭാവികളുണ്ട്, അല്ലാത്തവരുണ്ട്. ഏതായാലും വലിയ സന്തോഷമാണ്. കാരണം ഇവർ നമുക്ക് കുറച്ചു നേരമൊക്കെ മലയാളമൊക്കെ സംസാരിക്കാൻ പറ്റിയെന്നുള്ളത്. ഇമ്രാൻ അൻസാരിക്കൊപ്പം മുഹമ്മദ് നൗഫൽ, മീഡിയ 1.